ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 43-44 തിരുവചനങ്ങൾ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. സെബദീപുത്രന്മാർ അമ്മയോടൊപ്പം വന്ന് ഈശോയുടെ ഇടത്തും വലത്തും ഇരിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ഇത് തരേണ്ടത് ഞാനല്ല. ഇതൊക്കെ കേട്ടപ്പോൾ ബാക്കി ശിഷ്യന്മാർക്ക് കുറച്ച് അമർഷമൊക്കെ ഉണ്ടായി. അവിടെ ഈശോ പറയുക, നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ദാസനായിരിക്കണം. എൻ്റെ രാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൻ്റെ നിലപാട് എന്ന് പറയുക, സ്വയം വിനീതനാക്കുന്നവന്, സ്വയം വിട്ടുകൊടുക്കുന്നവർക്ക്, സ്വയം ഇല്ലായ്മ ചെയ്യുന്നവർക്ക് അവർക്കുള്ളതാണ് സ്വർഗരാജ്യം. അവരാണ് ഈ സ്വർഗരാജ്യത്തിൽ ഒന്നാമതെത്തുക. പ്രിയ സഹോദര സഹോദരി, നീ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വ്യക്തിയാണ്. നീ സ്വർഗത്തിൻ്റെ വ്യക്തിയാണെങ്കിൽ സ്വർഗത്തിൻ്റെ കാഴ്ചപ്പാടാണ് നീ സൂക്ഷിക്കേണ്ടത്. ലോകം പല രീതിയിൽ നിന്നെ വാടി വിളിക്കാം. ലോകത്തിൻ്റെതായ സ്റ്റാറ്റസ് എപ്പോഴും നിന്നെ തേടിയെത്താം. പല രീതിയിൽ മത്സരിച്ചുകൊണ്ട് ഒന്നാമനാകാനുള്ള ഒരു ശ്രമങ്ങൾ. പക്ഷെ അത് സ്വർഗരാജ്യത്ത് നിന്നെ എത്തിക്കത്തില്ല. സ്വർഗരാജ്യത്ത് നിന്നെ എത്തിക്കണമേ നീ സ്വർഗരാജ്യത്തിൻ്റെ ശൈലി സ്വീകരിക്കണം. അത് വിട്ടുകൊടുക്കുന്നതാ, അത് സഹനങ്ങൾ ഏറ്റെടുക്കുന്നതാ, അത് സാക്രിഫൈസ് ചെയ്യുന്നതാ. ക്രിസ്തുവിൻ്റെ ശൈലി സ്വീകരിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ ശൈലി ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിന് വേണ്ട കൃപകളും നന്മകളെല്ലാം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിട